ടൈപ്പിലെ പൈപ്പ്, അതിൽ എഡിറ്റ് ടൈപ്പ് പ്രോപ്പർട്ടീസിലെ എഡിറ്റ് ടൈപ്പ് ഡ്യൂപ്ലിക്കേറ്റിൽ ഇവിടെ നെയിം കൊടുക്കണം. നെയിം കോൾഡ് വാട്ടർ പൈപ്പ് എന്ന് കൊടുക്കണം കേട്ടോ. കോൾഡ് വാട്ടർ പൈപ്പ്. അടുത്തത് റൂട്ടിംഗ് പ്രിഫറൻസ് അതിലുണ്ട്. എഡിറ്റില് മെറ്റീരിയൽ മാറ്റാനായിട്ട്. അപ്പോൾ എല്ലാം PVC കൊടുക്കണം. PVC ഷെഡ്യൂൾ 40 കൊടുക്കണം. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യാം. ഇതിൽ PVC ഷെഡ്യൂൾ 40. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പ്രിഫേർഡ് ജംഗ്ഷൻ ടൈപ്പ് ഇപ്പോൾ ഇതിലില്ല. എല്ലാം നോക്കണ്ട. ഇതിലിപ്പോൾ 2 ടൈപ്പുള്ള അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇതിലെല്ലാം ഇപ്പോൾ എൽബോ PVC ഷെഡ്യൂൾ 40, അതുപോലെ തന്നെ ജംഗ്ഷനും PVC ഷെഡ്യൂൾ 40, ക്രോസും PVC ഷെഡ്യൂൾ 40, ഇതെല്ലാം ഷെഡ്യൂൾ 40. ഇതിൽ നണ്ണല്ല. ഇതിൽ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ അതന്നെ സെയിം കേട്ടോ. ക്യാപ്പ് ഷെഡ്യൂൾ 40. അപ്പോൾ എല്ലാം ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇതെല്ലാം നോക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇതിൽ പ്രോപ്പർട്ടീസിൽ സിസ്റ്റം ടൈപ്പ് ഇവിടെ ഡൊമസ്റ്റിക് കോൾഡ് വാട്ടർ ഇവിടെ എടുക്കുന്നുണ്ട്. വേറെയാണെങ്കിൽ ഇവിടെ ഡൊമസ്റ്റിക് കോൾഡ് വാട്ടർ ഇടണം. സിസ്റ്റം ടൈപ്പ് ഡൊമസ്റ്റിക് കോൾഡ് വാട്ടർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം കോൾഡ് വാട്ടർ വരച്ച് നോക്കണം. ഈ ടൈപ്പാണ് കോൾഡ് വാട്ടർ വരുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതിൽ റിയലിസ്റ്റിക്കും ഫൈൻ ഇടാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ T പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ കൊടുത്ത മെറ്റീരിയൽ ഉണ്ടാവും. അതിവിടെ ഉണ്ടാവും കേട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു പോയിന്റ് വേറൊരു ഇത് നമുക്ക് കണക്ട് ചെയ്യുന്നെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് പൈപ്പ് കൊടുക്കുക. ഡ്രോ പൈപ്പ് കൊടുത്തിട്ട് ഇവിടെ നിന്നൊരു കണക്ഷൻ. ഇവിടേക്ക് കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്രസ് T, എന്നിട്ട് ഇവിടെ നിന്ന് ഡ്രോ പൈപ്പ് ഇവിടെ നിന്ന് കണക്ഷൻ കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തത് കൊടുക്കേണ്ടത് നമ്മൾ സാനിറ്ററി വാട്ടർ പൈപ്പ് കേട്ടോ. സാനിറ്ററി. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം സിസ്റ്റത്തിൽ പൈപ്പ് എഡിറ്റ് ടൈപ്പിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ നെയിം കൊടുക്കാം. സാനിറ്ററി വാട്ടർ പൈപ്പ്. സാനിറ്ററി വാട്ടർ പൈപ്പ്. റൂട്ടിംഗ് പ്രിഫറൻസ് എഡിറ്റില് എഡിറ്റിൽ പോകുമ്പോൾ ലോഡ് ഫാമിലിയിൽ പോകണം കേട്ടോ. ഇതിൽ ലോഡ് ഫാമിലി ഫാമിലിയിൽ ഇതാണ് പൈപ്പ്
ഫിറ്റിങ്സ്. ഫിറ്റിങ്സിൽ PVC ഷെഡ്യൂൾ 40 ഷെഡ്യൂൾ 40 സോക്കറ്റ് ടൈപ്പ് ഈ DWV അതിൽ വൈ കണക്ഷൻ 8th ബെൻഡ് കേട്ടോ, 8th ബെൻഡ് PVC വൈ കണക്ഷൻ. ഇത് രണ്ടും സെലക്ട് ചെയ്യണം കേട്ടോ, 8th ബെൻഡും 8th ഡബിൾ ബെൻഡും 8th ബെൻഡും കേട്ടോ, 8th ബെൻഡും രണ്ടും സെലക്ട് ചെയ്യണം കേട്ടോ. ഇത് 8th ഡബിൾ ബെൻഡ് ഇത് രണ്ട് സെലക്ട് ചെയ്യണം കേട്ടോ. ഷിഫ്റ്റ് എടുത്തിട്ട് രണ്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, 8th ബെൻഡും 8th ഡബിൾ ബെൻഡ് ബെൻഡും ഓക്കെ കൊടുക്കാം. എന്നിട്ട് സിസ്റ്റം ടൈപ്പ് ആക്കണം. സിസ്റ്റം ടൈപ്പ് ഇത് സാനിറ്ററി അല്ലേ, സാനിറ്ററി സെലക്ട് ചെയ്യുക. സാനിറ്ററി അപ്ലൈ. ഓക്കെ, നമ്മൾ അടിച്ചു നോക്കാം. ഗ്രീനാണ് വരുന്നത് സാനിറ്ററി കേട്ടോ. സെയിം പോലെ തന്നെ സെലക്ട് ചെയ്യുക. പ്രസ് ചെയ്യുക. അടുത്തത് ഹോട്ട് വാട്ടർ. സിസ്റ്റത്തിൽ പൈപ്പ് എഡിറ്റ് ടൈപ്പിൽ ഡ്യൂപ്ലിക്കേറ്റ് നെയിം ഹോട്ട് വാട്ടർ പൈപ്പ്. Name hot water pipe. Okay, routing preference. Edit. ഇതിൽ വെൽഡഡ് ആക്കണം. വെൽഡഡ് ഹോട്ട് വാട്ടർ വെൽഡഡ്. ഇല്ലെങ്കിൽ അത് തന്നെ സെയിം കൊടുത്താൽ മതി കേട്ടോ. സ്റ്റാൻഡേർഡ് തന്നെ കൊടുത്താൽ മതി. വെൽഡഡ് ഇല്ലെങ്കിൽ ഇതിൽ വന്ന് എൽബോ വെൽഡഡ് കണ്ടോ. വെൽഡഡ് സെയിം തന്നെ കൊടുത്താൽ മതി. എല്ലാം വെൽഡാക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ സിസ്റ്റം ടൈപ്പ് ഹോട്ട് വാട്ടർ പ്രോപ്പർട്ടീസ്. റെഡ് വരും.
ഇതിലിത് മാറ്റം ഉണ്ടാവും, വെൽവെറ്റ് ടൈപ്പ് ആയിരിക്കും. കണക്ഷൻ കൊടുക്കാം. അതാണ് ആദ്യത്തേത്. ഇനി നമ്മൾ ഇത് കൊടുക്കാം. ഞാനായിട്ട് നമ്മൾ നേരത്തെ ഇത് കൊടുത്തില്ലേ, ഫാമിലീസിൽ വന്നിട്ട് ഫാമിലീസ് അത് പറഞ്ഞതല്ലേ, ഫാമിലീസ്. അടിയിലെ ഫാമിലീസിൽ പൈപ്പിംഗ് സിസ്റ്റം, ഡക്ട് സിസ്റ്റം പോലെ തന്നെ പൈപ്പിംഗ് സിസ്റ്റം അത് പറഞ്ഞതല്ലേ. ഡൊമസ്റ്റിക് കോൾഡ് വാട്ടർ അതിൽ ഗ്രാഫിക് ഓവറൈറ്റ്സിലാണ്. പ്ലംബിംഗ് ഫിക്സ്ചർ അപ്പോൾ ആദ്യം നമ്മൾ സിങ്ക്, അപ്പോൾ കിച്ചൺ ഏരിയയിലല്ലേ, അപ്പോൾ സിങ്ക് പ്ലേസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ പ്ലംബിംഗ് ഫിക്സ്ചർ എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം, പ്രോപ്പർട്ടീസ് നിന്ന് എടുക്കാം കേട്ടോ. സിങ്ക്, പല ടൈപ്പ് ഉണ്ട്. സിങ്ക് കിച്ചൺ കണ്ടോ, സിങ്ക് കിച്ചൺ, അതേപോലെ മോപ്പ് അങ്ങനെയുണ്ട്. അപ്പോൾ സിങ്ക് കിച്ചൺ എടുക്കാം കേട്ടോ. അതിൽ പബ്ലിക് എടുത്തോളൂ കേട്ടോ. പബ്ലിക് പ്ലേസ് ഓൺ വർക്ക് പ്ലെയിൻ, പ്ലേസ് ചെയ്ത് കൊടുക്കാം. പ്ലേസ് ഓൺ വർക്ക് പ്ലെയിൻ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഡിഷ് വാഷർ, ഇതേപോലെ തന്നെ സെയിം സിസ്റ്റത്തിൽ പ്ലംബിംഗ് ഫിക്സ്ചറിൽ ഇതിലില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഡിഷ് വാഷർ ഇതിലുണ്ട്, ഡിഷ് വാഷർ പ്ലേസ് ചെയ്യാം. ഡിഷ് വാഷർ, അപ്പോൾ നമുക്ക് കുറേ ഇതിരിക്കാം. അപ്പോൾ സിങ്ക് കഴിഞ്ഞിട്ട് എടുത്തത് ഡിഷ് വാഷർ കേട്ടോ. ഡിഷ് വാഷർ എടുക്കാനായിട്ട് ലോഡ് ഫാമിലിയിൽ പോവാം, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പ്ലംബിംഗ് ഫിക്സ്ചറിൽ ലോഡ് ഫാമിലിയിൽ ലോഡ് ഫാമിലി ലോഡ് ഫാമിലിയിൽ പ്ലംബിംഗ് കേട്ടോ. പ്ലംബിംഗ് ഫാമിലിയിൽ പ്ലംബിംഗ് MEP ഫിക്സ്ചേഴ്സ്, appliances കേട്ടോ. appliances appliancesൽ എല്ലാം ഉണ്ട്. ഇതിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഡിഷ് വാഷർ മാത്രം സെലക്ട് ചെയ്തു പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റൂമിൽ നമ്മളിപ്പോൾ
ഈ കിച്ചണിൽ ഡിഷ് വാഷറും സിങ്കും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ബാത്റൂം, അപ്പോൾ ടോയ്ലറ്റ് കേട്ടോ. അപ്പോൾ അതുപോലെ സിസ്റ്റം പ്ലംബിംഗ് ഫിക്സ്ചറിൽ ടോയ്ലറ്റ് കേട്ടോ. അത് ഇതേപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കാം. യൂറിനൽ കേട്ടോ, യൂറിനൽ 20 mm ഫ്ലഷ്. ഇത് നമുക്ക് എറേ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, എറേ മെത്തേഡിൽ ചെയ്യണം. അപ്പോൾ ആദ്യം പ്ലേസ് ചെയ്യാൻ ആർക്കിടെക്ചർ റെഫറൻസ് പ്ലെയിൻ പ്ലെയിനിൽ പിക് ലൈൻസ്. ഇത് നിങ്ങൾ സിവിലിൽ ചെയ്യണതല്ലേ? പിക് ലൈൻസിൽ ഓഫ്സെറ്റ് 500 കൊടുക്കാട്ടെ, 500. സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ പ്ലേസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 500 ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇവിടെ പിക്ക് ചെയ്യാം, പിന്നെ ഇവിടെ പിക്ക് ചെയ്യാം, എന്നിട്ട് അത് പ്ലേസ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിലേക്ക് പ്ലേസ് ചെയ്ത് വെക്കുക, 20 ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം, ഒരെണ്ണം സെലക്ട് ചെയ്യാം, എന്നിട്ട് അറേ കൊടുക്കുക. ഇവിടെ ലീനിയർ ഉണ്ട്, ആദ്യത്തെ ലീനിയർ സെലക്ട് ചെയ്യുക. ഈ ഗ്രൂപ്പ് ആൻഡ് അസോസിയേറ്റ് ചെയ്യുക, അത് ഓഫ് ചെയ്യാം, ഓഫ് ചെയ്തില്ല. ഗ്രൂപ്പ് ആൻഡ് അസോസിയേറ്റ് ഓഫ്. നമ്മുടെ നമ്പേഴ്സ് ഇപ്പോൾ 4 എണ്ണമാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ കൊടുക്കാം, 4 എണ്ണം. എന്നിട്ട് വെറുതെ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഒരു പോയിന്റിൽ വയ്ക്കാം. ഇവിടെ കൊടുത്തില്ല, നമ്മൾ മൂട്ട് കൊടുത്തില്ല. അതിന് മുമ്പായിട്ടേ ഇത് കൊടുത്തിട്ട് മൂട്ട് കൊടുക്കണം, മൂട്ട് ലാസ്റ്റ് കൊടുക്കണം, ലാസ്റ്റ് പിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ലീനിയർ എടുത്തു, ഗ്രൂപ്പ് ആൻഡ് അസോസിയേറ്റ് ഓഫ് ചെയ്തിട്ടു, നമ്പർ 4 കൊടുത്തു, മൂട്ട് ലാസ്റ്റ്. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് കൊടുക്കണം, അതാണ് വരാതിരുന്നത്. എന്നിട്ട് ഈ ഒരു പോയിന്റ് ഇല്ല, അത് കളയാം. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു ഇതിൽ യൂറിനിൽ പിന്നെ വാഷ് ബേസിൻ വരില്ലേ, വാഷ് ബേസിൻ. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം സിസ്റ്റത്തിൽ വാഷ് ബേസിൻ വരുന്നത് ലെവറ്റോറീസിലാണ് കേട്ടോ, ലെവറ്റോറീസ്. അപ്പോൾ സെയിം സിസ്റ്റത്തിൽ പ്ലംബിംഗ് ഫിക്സ്ചർ ലോഡ് ഫാമിലി. അപ്പോൾ എഴുതിക്കോ വാഷ് ബേസിൻ.
ദെൻ സിസ്റ്റത്തിൽ പ്ലംബിംഗ് ഫിക്സ്ചറിൽ പ്ലംബിംഗ് ഫിക്സ്ചർ, ഫിക്സ്ചറിൽ ലോഡ് ഫാമിലി, ലോഡ് ഫാമിലിയുടെ ഫിക്സ്ചേഴ്സിൽ ലെവറ്റോറീസ്, wall mounted ആണ് കേട്ടോ, ലെവറ്റോറി wall mounted. ഇത് ഞാൻ വെറുതെ ഗ്ലേസ് ചെയ്യാം, അറേഞ്ച് ചെയ്യണം, വെറുതെ ഗ്ലേസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റൂമിൽ ഇതേപോലെ തന്നെ നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട്. നെക്സ്റ്റ് റൂം സെയിം തന്നെ പ്ലംബിംഗ് ഫിക്സ്ചറിൽ ടോയ്ലറ്റ്, വാഷ് ബേസിൻ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ, അത് ഇത്രയും കണക്ഷൻസ് ചെയ്യാം നമുക്ക് 3 റൂമിൽ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഡ്രെയിൻ കേട്ടോ. 3 റൂമിൽ നമുക്ക് ലേസ് ചെയ്ത് വെക്കണം ഡ്രെയിൻ. ഫ്ലോർ ഡ്രെയിൻ,
കാണണില്ല എന്ന് വെക്കി, ഈ ഒരു ഡ്രെയിൻ കാണണില്ല എന്ന് വെക്കി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്ലേസ് ആയെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കുറച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഡ്രെയിനൊക്കെ ഇതിൽ പ്ലേസ് ചെയ്ത് കാരണം ഇവിടെ കാണുന്നുണ്ട്, കണ്ട. ഇപ്പോൾ നമ്മൾ മുന്നത്തേലൊക്കെ ഡ്രെയിൻ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ അത് ചിലപ്പോൾ കാണില്ല. അപ്പോൾ നമ്മൾക്ക് വി ജി ചെയ്തില്ലേ, അതുപോലെ തന്നെ വി ആർ വ്യൂ റേഞ്ച്, വി ആർ എൻ്റർ ചെയ്യാം. വി ആർ വ്യൂ റേഞ്ച് ഡ്രെയിൻ കാണാനായിട്ട് കാണുന്നില്ലെങ്കിൽ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഡ്രെയിൻ കാണുന്നില്ലെങ്കിൽ വി ആർ വ്യൂ റേഞ്ച്. വ്യൂ റേഞ്ച് അതിൽ ലെവല് വ്യൂ റേഞ്ച് വി ആർ, അതിൽ ലെവല് അൺലിമിറ്റഡ് ആക്കണം കേട്ടോ. അൺലിമിറ്റഡ് അതിൽ ഓഫ്സെറ്റ് ഒക്കെ കൊടുക്കാം നമുക്ക്. അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ പ്ലേസ് ചെയ്യേണ്ടതിന് ഡിസ്റ്റൻസ് ഒക്കെ കൊടുക്കാം. നമുക്ക് ഡിഫറൻസ് ആയിട്ട് കൊടുക്കണം. അതിൽ ബോട്ടം അൺലിമിറ്റഡ് ആക്കണം. അൺലിമിറ്റഡ് ഇത് രണ്ടും ലെവലും കൊടുക്കണം, ബോട്ടം കൊടുക്കണം, ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം. ഇനി അടുത്തത് നമ്മൾ ജനറേറ്റ് ലേഔട്ട് കൊടുക്കുകയാണ്. സെയിം പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആഡ് ടു സിസ്റ്റം കൊടുത്തില്ലേ, സെയിം ആയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിൽ തന്നെ ഒരു സെറ്റിങ്സിൽ പോയിട്ടുണ്ടായിരുന്നു, മെക്കാനിക്കൽ സെറ്റിങ്സിൽ. അത് ആദ്യം നമ്മൾ ചെയ്യാതില്ല. അപ്പോൾ അതിനായിട്ട് MS മെക്കാനിക്കൽ സെറ്റിങ്, MS മെക്കാനിക്കൽ സെറ്റിങ്സ്. അതിൽ പൈപ്പ് സെറ്റിങ്സിലെ കൺവേർഷൻ, ഓർമ്മയില്ലേ നമ്മൾ ചെയ്തത്? അതിൽ HVAC അതിൽ ജനറേറ്റ് ലേഔട്ട് എടുത്തപ്പോൾ നമ്മൾ ജനറേറ്റ് ലേഔട്ട് എടുക്കുന്നതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് കൊടുക്കില്ലേ ജനറേറ്റ് ലേഔട്ട്. ആ ഒരു ഇതിൽ കൊടുക്കുമ്പോൾ ഒരു സെറ്റിങ്സ് ഉണ്ട്, സൈഡിൽ സെറ്റിങ്സ് ഉണ്ടായിരുന്നു HVAC ചെയ്തപ്പോൾ. അത് ഒന്നുകൂടി എടുത്ത് നോക്കിയാൽ മതി, അതിലുണ്ട്. അതല്ലാണ്ട് നമ്മളിത് മുന്നേ കൊടുക്കണം. നേരത്തെ നമ്മൾ കൊടുക്കുമ്പോൾ കാണിച്ചു തരാം ഞാൻ. ആ കൺവേർഷനിൽ ഇവിടെ നമ്മൾ 3600 കൊടുത്തിട്ടേ, അതന്നെ സെയിം തന്നെ, സെയിം ഇത് തന്നെ. പക്ഷെ നമ്മളിവിടെ അതൊന്നും കൊടുക്കുന്നില്ല. ഈ ഒരു ഇതിൽ നമ്മൾ പൈപ്പ് ടൈപ്സ് ഡൊമസ്റ്റിക് കോൾഡ് വാട്ടർ കേട്ടോ, കോൾഡ് വാട്ടർ പൈപ്പ്, അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിൽ മെയിനിലും ബ്രാഞ്ചിലും കോൾഡ് വാട്ടർ പൈപ്പ്. കോൾഡ് വാട്ടർ പൈപ്പെല്ലാം ഓക്കെ കൊടുക്കാം. സെയിം പോലെ തന്നെ നമ്മൾ ഹോട്ടും സാനിറ്ററും ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കോൾഡ് വാട്ടറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൾഡ് വാട്ടറിൻ്റെ ജനറേറ്റ് ലേഔട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് സിങ്ക് സെലക്ട് ചെയ്യുക. സിങ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ജനറേറ്റ് ലേഔട്ട് ആദ്യം സിസ്റ്റം ആക്കണമെങ്കിൽ സെലക്ട് സിങ്ക്. അതിൽ പൈപ്പിംഗ് നമ്മൾ ഡക്ട് സിസ്റ്റം കൊടുത്തില്ലേ, സെയിം തന്നെ സെലക്ട് പൈപ്പിംഗ്. ഇതിൽ മോട്ടർ നമ്മൾ ഇതിലൊക്കെ കൊടുക്കും, വാഷ് ബേസിനിൽ കൊടുക്കും, യൂറിനിലല്ലോ, യൂറിനിൽ കൊടുക്കില്ല, ടോയ്ലറ്റിൽ കൊടുക്കില്ല നമ്മൾ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ കോൾഡ് വാട്ടർ ഏതൊക്കെ കൊടുക്കും അതിലൊക്കെ. അപ്പോൾ ഇതിൽ കോൾഡ് വാട്ടറാണ്, അപ്പോൾ ഇതിലെല്ലാം കൊടുക്കും. കോൾഡ് വാട്ടർ എല്ലാം കൊടുക്കും. ഹോട്ട് വാട്ടറാണ് യൂറിനിൽ കൊടുക്കില്ല, അങ്ങനെ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണം ഏതൊക്കെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡ്രെയിനിലേക്കും കൊടുക്കണില്ല, ഡ്രെയിനും സെലക്ട് ചെയ്യില്ല. അപ്പോൾ ഏതൊക്കെ വേണം, ഡിഷ് വാഷറും നമ്മൾ കോൾഡ് കൊടുക്കും. അപ്പോൾ ഏതൊക്കെ വേണം അത് സെലക്ട് ചെയ്യുക, ഇതെല്ലാം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ
സെലക്ട് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് എഡിറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റത്തിലേക്കായി നമ്മൾ സെലക്ട് ചെയ്തിട്ട് മുമ്പ് ചെയ്യില്ലേ, സെലക്ട് ചെയ്തിട്ട് ടാബ് അമർത്തില്ലേ, നമുക്ക് നോക്കാൻ പറ്റുന്ന ഏതൊക്കെ സെലക്ട് ആയെന്നുള്ളത്. ഫുൾ സെലക്ഷൻ ആയി. എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ലേഔട്ട് ഉണ്ട്. അപ്പം നോട്ട് ചെയ്ത് വെക്കണോ? അപ്പോൾ സിസ്റ്റം ആക്കിയാൽ മതി. ആഡ് ടു സിസ്റ്റം ആക്കിയാൽ മതി. ഇപ്പോൾ സിസ്റ്റം എഡിറ്ററിൽ പോയി ഓക്കെ കൊടുത്തു. എന്നിട്ട് ആഡ് സിസ്റ്റംസ് എന്ന് വെച്ചാൽ എല്ലാം ഡിഷ് വാഷ് അങ്ങനെയൊക്കെ ആഡ് ഓൾ ആഡ് സിസ്റ്റംസ് കൊടുക്കാം. എന്നിട്ട് അത് സെലക്ട് ചെയ്യാം. നമ്മൾ ടാബ് അമർത്തി കഴിഞ്ഞാൽ ഫുൾ സെലക്ഷൻ വരുമല്ലോ ആഡ് സിസ്റ്റത്തിൽ. സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ലേഔട്ട്. ജനറേറ്റ് ലേഔട്ട്. അപ്പോൾ കണ്ട ഇവിടെ കണ്ട സെറ്റിങ്സ് അതാണ് പറഞ്ഞത്. എന്താ നമ്മൾ മുമ്പ് കൊടുത്തു കഴിഞ്ഞു. എന്താ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ മാറ്റാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ പെരിമീറ്ററാണ് എടുക്കുന്നത്. നമ്മൾ ആ ഡക്റ്റിൽ മറ്റേ ഇതിൽ നമ്മൾ നെറ്റ്വർക്ക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ എടുക്കുന്നത് പെരിമീറ്ററാണ്. പെരിമീറ്റർ സൊല്യൂഷൻ ടൈപ്പ്. അനുസരിച്ചിട്ട് നമുക്ക് എന്താണോ കണക്ഷൻസ് സെറ്റായിട്ട് വന്നിരിക്കുന്നത് അത് എടുക്കാം. ഇതാ നോക്കിയിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. നോക്കാം 5 to 5 ഈ ഒരു കണക്ഷനാണ്. 4 to 5 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വയറിങ്സ് ഉള്ളിൽ കൂടെ പോകണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് എഡിറ്റ് ലേഔട്ട്. എഡിറ്റ് ലേഔട്ടിൽ എല്ലാം ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യണം. സെലക്ട് ചെയ്യുക, അത് മൂവ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഇതിൽ കണക്ഷൻസ് ഇപ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ റിമൂവ് ചെയ്യാം. എന്നിട്ട് മാനുവലി കൊടുക്കാം കേട്ടോ കണക്ഷൻസ്. അങ്ങനെയുണ്ട് ഓപ്ഷൻ. വേണ്ട ഈ ഒരു കണക്ഷനൊന്നും സെറ്റായിട്ടില്ലെങ്കിൽ നമുക്ക് മാനുവലി കൊടുക്കാം. അപ്പോൾ എല്ലാം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ലേഔട്ട് ഇതിൽ ഓക്കെ ഇത് കണ്ടോ, ഇത് പുറത്തേക്കാണ് വന്നേക്കണം കണ്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിരുന്നു, അതൊന്നും ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താൽ മതി. മനസ്സിലായില്ലേ ഇപ്പോൾ? കണ്ടോ, അത് എഡിറ്റ് ലേഔട്ട് കൊടുത്തിട്ട് ഇത് കൂടിയും ഇതെല്ലാം ആക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ കണക്ഷൻസ് കണ്ടതാണ്. ഓക്കെ.
സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ കോൾഡ് വാട്ടർ അല്ലേ, ഇപ്പോൾ ഹോട്ട് വാട്ടർ കണ്ട സാനിറ്ററി അങ്ങനെ ഓരോന്നിനും ഉണ്ട്. കോൾഡ് വാട്ടർ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കാം. എന്നിട്ട് പൈപ്പ് സെലക്ട് ചെയ്യാം. കണക്ഷൻസ് പൈപ്പ് വെറുതെ സെലക്ട് ചെയ്താൽ മതി, ഓൾറെഡി കണക്ഷൻ വരും. ഇപ്പോൾ ഇതിലിപ്പോൾ കണക്ഷൻസ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കണക്ഷൻസ് നേരിട്ട് കൊടുക്കാൻ, അപ്പോൾ എന്തെങ്കിലും റോങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് കൊടുക്കാൻ മതി നേരിട്ട്. അതുപോലെ തന്നെ സെയിം ഹോട്ട് വാട്ടർ സിസ്റ്റം ആക്കാം. അതുപോലെ തന്നെ സെയിം പോലെ തന്നെ അടുത്തത് സിങ്ക് സെലക്ട് ചെയ്യാം. സിങ്ക് സെലക്ട് ചെയ്തിട്ട് പൈപ്പിംഗ് ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ സെലക്ട് സിങ്ക് പൈപ്പിംഗ്. സിസ്റ്റം ടൈപ്പ് ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടർ ഓപ്പണിംഗ് സിസ്റ്റം എടുക്കുക, ടിക്ക് ചെയ്യാം. എന്നിട്ട് ഡിഷ് വാഷർ, ഇപ്പോൾ ഹോട്ട് വാട്ടർ ഡിഷ് വാഷർ സെലക്ട് ചെയ്യാം. ഇനി ലെബറ്റോൾസ് യൂറിനിലില്ല, ഇത് വാഷ് ബേസിൻ. ഫിനിഷ് എഡിറ്റിംഗ് സിസ്റ്റം ഫിനിഷ്. ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട്, അപ്പോൾ സെലക്ഷൻ വരുമ്പോൾ ഉണ്ടല്ലോ, സെലക്ഷൻ ഇവിടെ വരുമ്പോൾ സെലക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാം കൂടി സെലക്ഷൻ വരും. അപ്പോൾ നമുക്ക് വേറൊരു സംഭവം ഉണ്ടെങ്കിൽ കുറേ ലേഔട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ സെറ്റായിട്ട് വരില്ല. അപ്പോൾ റൈറ്റ് ക്ലിക്കിൽ ബ്രൗസേഴ്സിൽ എന്താ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെലക്ഷൻ വേറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്കിൽ ബ്രൗസേഴ്സ്, സിസ്റ്റം ബ്രൗസർ, സിസ്റ്റം ബ്രൗസർ എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു വേറൊരു ടാബ് വന്നു കണ്ട, അതിൽ പൈപ്പിംഗ്. അതിലിപ്പോൾ കണ്ട ഓൾറെഡി ഡൊമസ്റ്റിക്കിൻ്റെ ഓരോ ഇതുകളുണ്ട് സെലക്ഷൻ. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ കണ്ടോ സെലക്ഷൻ വന്ന് കണ്ടോ. എന്നിട്ട് നമുക്ക് ജനറേറ്റ് ലേഔട്ട് കൊടുക്കാം എളുപ്പത്തിൽ ചെയ്യാൻ. അതേപോലെ തന്നെ സാനിറ്ററിയാണ്.
പെരിമീറ്റർ നോക്കാം, സെലക്ഷൻ നോക്കാം. നോക്കാം ഇടാം, എല്ലാം സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഫിനിഷ് ലേഔട്ട് എഡിറ്റ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ എഡിറ്റ് ലേഔട്ട് കൊടുക്കണം ആദ്യം. എഡിറ്റ് ലേഔട്ട് എന്നിട്ട് ഇതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യണം കേട്ടോ. മാനുവലി ചെയ്താൽ മതി. ഇത്ര എടുക്കാം ഞാൻ കേട്ടോ. അപ്പോൾ 2 എണ്ണം